ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ വീഡിയോയിൽ നമ്മൾ ലോ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ആയിരിക്കും നോക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ അതിൻ്റെ ബേസിക്സും അതുപോലെ തന്നെ ടൈപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടാക്സ് ആൻഡ് ഫീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സും ഫീയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ടാക്സും സെസ്സും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പോൾ അത് സെസ് എന്താണെന്നൊക്കെ ഒരു 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ സെസ് എന്താണ് ആൻഡ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ടാക്സും സെസ്സും തമ്മിലുള്ള വ്യത്യാസം. സോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, അത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെസ്സും ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്. സോ ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു കോൺട്രിബ്യൂഷനാണ്, ഒരു പബ്ലിക് അതോറിറ്റിയാണ് നമ്മുടെ നിന്ന് കമ്പൽസറി ആയിട്ട് ഇത് വാങ്ങുന്നതാണ്. ആൻഡ് അത് നമ്മുടെ ഇൻകം ബേസിസിലാകാം, അല്ലെങ്കിൽ ബിസിനസ് പ്രോഫിറ്റ്, അതല്ലെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ നിന്ന് ആ ഒരു ടാക്സ് ലെവി ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് അത് സ്റ്റേറ്റിനും സെൻട്രൽ റവന്യൂവിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടാക്സ് എടുക്കുന്നത്. അപ്പം സെസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ടാക്സ് ആണ്. അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന ടാക്സിൻ്റെ കൂടെ ഒരു അഡീഷണൽ ടാക്സും കൂടി വരികയാണ്. എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ് ആണ് സെസ് എന്ന് പറയുന്നത്. ഒരു ടാക്സിൻ്റെ പുറത്ത് വേറൊരു ടാക്സും കൂടി വരുന്നു. നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നൊരു ടാക്സ് ഉണ്ട്, ആൻഡ് അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് വരുന്നതാണ് ഈ സെസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സെസ്സിൽ കളക്ട് ചെയ്തെടുക്കുന്ന റവന്യൂ എന്ന് പറയുന്നത്, അതായത് ഈ സെസ്സായിട്ട് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ഒരു നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ ഡ്യൂ അപ്രോപ്രിയേഷന് ശേഷം അതെന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു സെസ് പിന്നീട് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അതായത് ഈ കളക്ട് ചെയ്തെടുക്കുന്ന എമൗണ്ട്, ആ ഒരു റവന്യൂ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് പോകുന്നത്. ആ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ അവർ വേണ്ട രീതിയിൽ അത് നോക്കിയിട്ട് അതിനുശേഷം ഒരു സ്പെസിഫിക് പർപ്പസിന് അത് ഉപയോഗിക്കും. അപ്പം അത് ഈ സ്റ്റേറ്റുമായിട്ട് ഷെയർ ചെയ്യണം എന്നില്ല. ഈ സെസ് കളക്ട് ചെയ്തെടുക്കുന്നത്, ആ കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ഈസ് നോട്ട് നെസസറിലി ഷെയർ വിത്ത് ദ സ്റ്റേറ്റായിട്ട് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. അപ്പം സെസ് ഇസ് എക്സ്പെക്റ്റഡ് ടു ബി ലെവിഡ് ടിൽ ദ ടൈം ദ ഗവൺമെൻറ് ഗെറ്റ്സ് ഇനഫ് മണി ഫോർ ദാറ്റ് പർപ്പസ്. അപ്പം ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ട ഇനഫായിട്ടുള്ള മണി ഗവൺമെൻറ്റിന് കിട്ടുന്നത് വരെ ഈ ഒരു സെസ് ലെവി ചെയ്തെടുക്കാം എന്നാണ് കരുതുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അത് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ, ആ ഒരു ഫിനാൻഷ്യൽ പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടി മാത്രമേ ആ സെസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ടും ആ ഒരു റവന്യൂ യൂസ് ചെയ്യാൻ പാടില്ല. ഇതാണ് സെസ്സിനെ പറ്റി പറയാം. അപ്പോൾ ഒരു 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര എഴുതാൻ പറ്റും. അതായത് എന്താണ് സെസ് എന്നുള്ളത്. സെസ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ടാക്സ് ആണ് ബിസൈഡ്സ് എക്സിസ്റ്റിംഗ് ടാക്സ്. ദാറ്റ് മീൻസ് ടാക്സ് ഓൺ ടാക്സ്. ദെൻ രണ്ടാമത്, ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതിനുശേഷം അത് അപ്രോപ്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് ഒരു സ്പെസിഫിക് പർപ്പസിന് യൂസ് ചെയ്യും. ആൻഡ് ഇത് ഒരു സ്റ്റേറ്റ്സുമായിട്ട് നെസസറിലി ഷെയർ ചെയ്യണം എന്നില്ല. പിന്നീട് ഇത് എങ്ങനെയാണ് കരുതപ്പെടുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ലെവി ചെയ്യുന്നത്, ആ ഒരു സ്പെസിഫിക് പേർപ്പസിനുള്ള ഒരു ഇനഫായിട്ടുള്ള മണി കിട്ടുന്നത് വരെ ഗവൺമെൻറ് അത് ലെവി ചെയ്തിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്, ഇപ്പോൾ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെസ്, അതായത് എഡ്യൂക്കേഷൻ സെസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറൊരു പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു ഡിഫറൻസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ഇതിൻ്റെ ഡെഫിനിഷൻ തന്നെ പറയാം. ടാക്സ് എന്താണെന്നുള്ളതും സെസ് എന്താണെന്നുള്ളതും ഒരു ഡിഫറൻസ് ആണ്. ദെൻ ഈ പറയുന്ന ടാക്സിൻ്റെ അകത്താണെങ്കിൽ അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ആൻഡ് അത് ഗവൺമെൻറ്റിന് ഏത് പർപ്പസിന് വേണ്ടിയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടാക്സിൻ്റെ അകത്ത് ഫോർ എനി പർപ്പസ് ആണ്, പക്ഷേ സെസ്സിൽ ഒരു സ്പെസിഫിക് പർപ്പസാണ് പറയുന്നത്. ദെൻ സെൻട്രൽ ടാക്സ് പ്രൊസീഡ്സ് ആർ ഷെയർഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഈ പറയുന്ന ടാക്സ് പ്രൊസീഡ്സ് സെൻട്രൽ അതുപോലെ തന്നെ സ്റ്റേറ്റും രണ്ടുപേരും, രണ്ട് ഗവൺമെൻറ്റ്സും, സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും തമ്മിൽ ഷെയർ ചെയ്യും. പക്ഷേ മറ്റേത് നമ്മൾ പറഞ്ഞില്ലേ, സെസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്സിന് ഷെയർ ചെയ്യണം എന്ന് ആവശ്യമൊന്നുമില്ല.
അപ്പം ഇതാണ് ഈ ടാക്സും സെസ്സും തമ്മിലുള്ള വ്യത്യാസം. സോ നമ്മൾ ടാക്സും ഫീയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാണ്, ആ ഡിഫറൻസസ് പറഞ്ഞു. അതിൻ്റെ കേസ് ലോസ് ഒക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ആ വീഡിയോ കാണാത്തതാണെങ്കിൽ അതൊന്ന് നോക്കുക. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഈ ടാക്സും സെസ്സും തമ്മിലുള്ള വ്യത്യാസം. സോ അങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഫീ എന്താണെന്നും സെസ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ ബാലൻസ് ടോപ്പിക്സ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നോട്ട് PDF ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം.